ദ മീഡിയൻ ഓഫ് ദ ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ട് എന്താണെന്നാണ്. സോ മീഡിയൻ എന്ന് പറയുന്നത് മീനല്ല, മീൻ എന്താ എല്ലാം കൂടെ കൂട്ടുക ഡിവൈഡ് ബൈ ആവറേജ്, അതാണ് മീൻ. സോ മീഡിയൻ ആണ് ചോദിച്ചത്. മീഡിയൻ എന്ന് വെച്ചാൽ മിഡിൽ വാല്യൂ എന്നർത്ഥമുള്ളൂ. പക്ഷേ എങ്ങനത്തെ മിഡിൽ വാല്യൂ വെക്കണം, എന്നതിൽ നിന്നും കൂടിയതിലേക്ക് എഴുതുക, നമ്പർ സീരീസ് പോലെ അങ്ങനെ എഴുതുക. 1 2 3 നമ്മൾ അങ്ങനെയല്ലേ, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലോട്ട് പോകും. സോ കാരണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എഴുതുക, എന്നിട്ട് മിഡിലായിരിക്കുന്നു നോക്കുക, അതായിരിക്കും എന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതുക. സോ ആദ്യത്തിൽ ഏറ്റവും ചെറുതാരാ 11 എന്ന് നമ്മൾ നോക്കുക. പിന്നെ അത് നേരമുണ്ട് 18 ഉണ്ട്. 11ഉം 18ഉം പോയി കഴിഞ്ഞാൽ പിന്നെ 10ൻ്റെ എല്ലാം കഴിഞ്ഞു, 20ലോട്ട് കയറാം, 27. പിന്നെ 30ൻ്റെ വരുവാണെങ്കിൽ ഒരു 30 ഉണ്ട്, ഒരു 34 ഉണ്ട്, ഒരു 35 ഉണ്ട്. 30 34 35 40ൻ്റെ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല. 50 52 ഉണ്ട്. 8 83 84 നടക്കുന്നു. സോ ഇത്രയാണ്. അതായത് അങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണത്തിൽ മിഡിൽ ഇരിക്കുന്ന ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ n ഈസ് ഓടാണ്. n ഈസ് ഈക്വൽ ടു ഓഡ് ആയതുകൊണ്ട് n+1/2 ടേം ആയിരിക്കും എന്ന് പറയുന്നത് മിഡിൽ ഇരിക്കുന്നത്. സോ അതിനർത്ഥം 11 + 1/2 12/2 ഇത് സിക്സ്ത് ടേം ആണ് ഇവിടുത്തെ മിഡിൽ വാല്യൂ. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. സോ 35 ഇസ് ദ ആൻസർ ഹിയർ. സോ ഇതൊരു ഏജ് റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. സോ ഈ ക്വസ്റ്റൻ നോക്കാം. അപ്പം ആദ്യം ഡോട്ടറിന്റെ ഏജ്, ഇപ്പോൾ ഡോട്ടറിന്റെ ഏജിന്റെ 3 ഇരട്ടിയാണ് രാഹുലിന്റെ ഏജ്. ഓക്കെ, എന്നിട്ട് 8 വർഷം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ 8 ഇയേഴ്സ് ഡോട്ടറിന്റെ ഏജ്, അപ്പം ഡോട്ടറിന്റെ ഏജ് എത്ര ആവും? ഞാൻ അതിനെ ആക്ച്വൽ വാല്യൂ എഴുതാം. ഇപ്പം ഇത് ഇത് എക്സ് എന്ന് എടുത്താൽ ഇത് 3x ആയിരിക്കും. സോ ഡോട്ടറിന്റെ വയസ്സ് എത്ര ആയിരിക്കും? x+8 അല്ലേ? സോ അത് ആ സമയത്തുള്ള ഡോട്ടറിന്റെ ഏജിന്റെ 2 ട്വൈസ് +5 ആണ്. ട്വൈസ് +5. ഓക്കെ, ഞാനത് എഴുതില്ലേ x+8. അതുപോലെ ഇത് വെച്ച് പറയാം, ഈ ഒരു ഡേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 3x+8 ആണ്. അതായത് 3x + 8ഉം 2 × x+8 + 5 സെയിം ആണ്. സോ അവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. രാഹുലിന്റെ ഇപ്പോഴത്തെ ഏജ് ഇതാണ്. രാഹുൽ 8 വർഷം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്. സോ 3x 3 × 13 which is equal to 39 is the answer. 7 എണ്ണമാണ് 1 രൂപയ്ക്ക് വാങ്ങിച്ചത്. സോ 1 രൂപയ്ക്ക് 7 എണ്ണം കിട്ടി. ഓക്കെ, അപ്പം CP ഓഫ് 7 എണ്ണമാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ അയാൾക്ക് 75% ഗെയിനിൽ, അതായത് ഇതേ 1 രൂപയ്ക്ക് എന്നാലും 7 കൊടുത്താൽ എന്താ, 1 രൂപയ്ക്ക് 7 എണ്ണം തന്നെ കൊടുത്താൽ ലാഭം പോലും നഷ്ടമില്ല. അപ്പം 1 രൂപയ്ക്ക് 7 കുറവ് എണ്ണം വിൽക്കണം. സോ അപ്പോൾ ഉറപ്പായിട്ട് ലാഭമായിരിക്കുമല്ലോ. സോ 7 വിൽക്കുന്നത് 7 കുറവ് വിൽക്കണം. അങ്ങനെ എത്ര എണ്ണം വിറ്റാൽ 75% ഗെയിൻ വരും. സോ 75% എന്ന് വെച്ചാൽ ഫ്രാക്ഷനിൽ എഴുതുവാണെങ്കിൽ ഇത് പ്രോഫിറ്റ് ബൈ ഫ്രാക്ഷൻ എഴുതാൻ പ്രോഫിറ്റ് ബൈ CP ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വെട്ടുമ്പോൾ 25 കൊണ്ട് വെട്ടാം. അപ്പോൾ എത്ര വരും? 3 4. ഓക്കെ, 3:4. ഇനി 7 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് 1 രൂപ. അതുപോലെ വേറെ ഏതൊരു ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി അറിയാത്തത് കൊണ്ട് ഞാൻ പറയാണ്, എക്സ് ക്വാണ്ടിറ്റി ഞാൻ 1 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എക്സ് ക്വാണ്ടിറ്റി ഞാൻ 1 രൂപയ്ക്ക് കൊടുക്കുന്നു. അതായത് എൻ്റെ മൊത്തത്തിൽ 7 ഉണ്ട്, ഞാൻ എക്സ് ക്വാണ്ടിറ്റി 1 രൂപയ്ക്ക് കൊടുത്തു. സോ ആ കയ്യിലുള്ള മൊത്തം 7 എണ്ണം വിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ എത്ര രൂപ വരും? മൊത്തം 7 എണ്ണവും ഞാൻ മൊത്തത്തിൽ വിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ, ഇതായിരിക്കും എൻ്റെ വരുന്ന പൈസ. പിന്നെ 7 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ എടുത്ത വിലയാണ് 1 രൂപ. അപ്പോൾ 7 എന്ന ക്വാണ്ടിറ്റി തന്നെ നിർത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 7 ക്വാണ്ടിറ്റി ഉള്ള സാധനം ഫുൾ വിറ്റാൽ ഇത്രയും പൈസ വരും. ഈ എക്സ് മാറാം. ഇപ്പം ഞാൻ ഒരെണ്ണമാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മാറിക്കൊണ്ടിരിക്കാം. സോ ഇത്രയും കൈ വരും. പക്ഷേ കിടക്കുന്നതുകൊണ്ട് തന്നെ 1/x ഞാൻ അസ്യൂം ചെയ്തു. 1/x എന്ന് പറഞ്ഞാൽ പകരം ഞാൻ m എന്ന് കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ 7 ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ എനിക്ക് 7m ആയിരിക്കും എൻ്റെ എന്ന് പറയുന്നത് കൈ വരുന്ന പൈസ. മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് വിച്ച് ഇസ് ഈക്വൽ ടു 3/4. സെല്ല് ചെയ്ത് എത്ര രൂപയ്ക്കാ? 7m മൈനസ് വാങ്ങിച്ച എത്ര രൂപയ്ക്കാ? 1 രൂപയ്ക്ക്. ബൈ കോസ്റ്റ് പ്രൈസ് 1 രൂപയാണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു 3/4. സോൾവ് ചെയ്യാം. പിന്നെ വിട്ടിപ്പോയി. m ഈസ് ഈക്വൽ ടു 1/4. സോ നമ്മുടെ m എന്താണ്? m എന്ന് പറഞ്ഞാൽ 1/x ആണ്. സോ അതുകൊണ്ട് തന്നെ m അല്ല x ആണ് വേണ്ടത്. x ഈസ് ഈക്വൽ ടു 4.